ന്യൂറോളജി എന്ന് പറഞ്ഞാൽ നരമ്പ് സംബന്ധമായ പഠിത്തം എന്ന് പറയാം. നമുക്ക് നരമ്പ് രോഗം എന്നുള്ളതിൻ്റെ ഒരു ഇംഗ്ലീഷ് എന്ന് വിചാരിച്ചാൽ മതി. അത് നമ്മൾ ഓരോ നരമ്പിൻ്റെ അടിസ്ഥാന കോശങ്ങളാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. അതിനെ പറ്റിയുള്ള പഠിത്തം. അതിൽ പിന്നെ നമ്മൾ നെർവസ് സിസ്റ്റത്തിന് രണ്ടായിട്ട് തിരിക്കുക. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയും, അതായത് പ്രധാനമായിട്ട് ഉള്ളിൽ തന്നെ ഉള്ളത്. അത് തലച്ചോറും പിന്നെ നട്ടില്ല സുഷുമ്നയും കൂടെയും. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബാക്കി നരമ്പുകളൊക്കെ ഉള്ളതിനെ നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയും. ഈ രണ്ടിനും കൂടി സെൻട്രലും പെരിഫറലും കൂടി ഒന്നിച്ച് ന്യൂറോളജി എന്ന് പറയും. അപ്പോൾ എല്ലാ അവയവത്തിൻ്റെയും കൺട്രോൾ ചെയ്യുന്നത് ഡയറക്റ്റ്ലി തന്നെ ബ്രെയിൻ ആയിരിക്കും. ചിലതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു കൈ ഇവിടുന്ന് ഇങ്ങോട്ട് വെക്കും, നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യുന്നു. അത് വോളണ്ടറി. പിന്നെ ഓട്ടോണോമിക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ശ്വാസം അയച്ചുകൊണ്ടിരിക്കുക, ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ശ്വാസം അയക്കുന്നുണ്ട്, നമ്മളെ ഹൃദയം മിടിപ്പ് ഉണ്ടാവണമെന്നുണ്ട്. ദേഷ്യം വരുമ്പം നമുക്ക് അതിനനുസരിച്ച് ശ്വാസം കൂടുക, മറ്റേ ഇത് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഇപ്പോൾ കണ്ടാൽ മാത്രം പോരാ, കണ്ടത് എന്താ മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ കണ്ണ് ഫുൾ പെർഫെക്റ്റ്ലി നോർമലാണെങ്കിലും ആ കണ്ണിൻ്റെ നമുക്ക് അവസാന വിവേചനം തരുന്നത് ഓക്സിപിറ്റൽ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ പിൻഭാഗത്താണ്. അവിടെ കേടുണ്ടായാൽ നമുക്ക് പിന്നെ കാഴ്ച ശരിയായിരിക്കും, പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. ഉദാഹരണത്തിന് അവർക്കിപ്പോൾ ഒരു 2 സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ 2 ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം ഏതാണ്, അല്ലെങ്കിൽ ഒന്ന് സ്ത്രീയാണോ ഒന്ന് പുരുഷനാണോ ഒന്നും ചിലപ്പോൾ അവർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ ഇതൊക്കെ എല്ലാ കൺട്രോളും ഉള്ളത് ന്യൂറോളജി തന്നെയാണുള്ളത്.